അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നമ്മൾ 5-ാമത്തെ ആയത്തും 6-ാമത്തെ ആയത്തുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചത്. ഇനി 7-ാമത്തെ ആയത്താണ് നമ്മൾ ഈ ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാഹ്. വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഇനിയുള്ളത്. അള്ളാഹു 5 കാര്യങ്ങളെക്കുറിച്ച് പറയാണ്. പരമമായ 5 സത്യങ്ങൾ. പുനരുദ്ധാനം സംശയമുണ്ടെങ്കിൽ നിങ്ങളിത് നോക്കിയാൽ മതി. പുനരുദ്ധാനം സംശയമുള്ളവർ നോക്കേണ്ടത് 1, അന്നല്ലാഹുൽ ഹഖ്, അല്ലാഹ് തന്നെയാണ് സത്യം, അല്ലാഹ് പറയാണ്. 2, വഅന്നഹു യുഹ്യിൽ മൗത, അവൻ മരിച്ചവരെ ജീവിപ്പിക്കുന്നവനാണ്. 3, വഅന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്. 4, അന്നസ്സാഅത ആതിയത്തുൻ ലാ റൈബ ഫീഹാ, അന്നസ്സാഅത ആതിയത്തുൻ, ഖിയാമത്ത് നാൾ എന്തായാലും വരും. 5, വഅന്നല്ലാഹ യബ്അഥു മൻ ഫിൽ ഖുബൂർ, ഖബറിലുള്ളവരെ അല്ലാഹു ഉയർത്തെഴുന്നേൽപ്പിക്കും. ഈ 5 കാര്യങ്ങളാണ്, ഈ 5 സത്യങ്ങളാണ് അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നത്. ഈ സത്യം പഠിപ്പിക്കുവാനാണ് 5-ാമത്തെ ആയത്ത് ഇത്രയും വിശദമായി അല്ലാഹു നമ്മോട് സൂചിപ്പിച്ചത്. അപ്പോൾ നമ്മൾ എത്ര സുബ്ഹാനല്ലാഹ് പറയണം? ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ, അല്ലേ? സുബ്ഹാനല്ലാഹ് 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 എത്ര തവണ നമ്മൾ പറയണം? അവിടെയാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന ദിക്ർ 100 പ്രാവശ്യം ചൊല്ലുന്നതിൻ്റെ മഹത്വം, രാവിലെയും വൈകുന്നേരം ചൊല്ലുന്നതിൻ്റെ മഹത്വം, അല്ലേ? സുബ്ഹാനല്ലാഹ് നമ്മൾ എത്രയോ തവണ അള്ളാഹുവിന് മുന്നിൽ പറയേണ്ടവരാണ്. എത്ര സ്തുതിച്ചാലും മതിയാവുകയില്ല. അപ്പോൾ ആദ്യം ഒന്നുമില്ലായ്മയിൽ നമ്മൾ വരികയും അങ്ങനെ ആ വന്നതിനെ പുനരുജ്ജീവനത്തിന് തെളിവായി അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയും ചെയ്തു എന്നാണ്. ഇത്രയും സൂക്ഷ്മമായി സൃഷ്ടിക്കാൻ അള്ളാഹുവിനല്ലാതെ വേറൊരാൾക്ക് സാധ്യമല്ല. ഇതാണ് ഇവിടെ നമ്മെ അള്ളാഹു പഠിപ്പിച്ചത് എന്നാണ്. 9 മാസവും ഏറെക്കുറെ 10 ദിവസവും നമ്മെ ഗർഭപാത്രത്തിൽ അങ്ങനെ വളർത്തിയ സംരക്ഷിച്ച റബ്ബ്, അല്ലേ? ആ റബ്ബുണ്ടല്ലോ, ഇനിയും നമ്മെ മരിച്ചതിന് ശേഷം ഉയർത്തെഴുന്നേൽപ്പിക്കാൻ പറ്റും എന്നാണ് അള്ളാഹു പഠിപ്പിച്ചത്. കാരണം കൃത്യമായ ഇടപെടലിലൂടെ ആസൂത്രിതമായി വളരെ സൂക്ഷ്മമായി കൃത്യമായി, അല്ലേ, ഒരു പോയിന്റ് പോലും തെറ്റാതെയാണ് അള്ളാഹു നമ്മുടെ സൃഷ്ടിപ്പ് നടത്തിയത് എന്നാണ്. നമ്മുടെ കണ്ണും നമ്മുടെ കാതും നമ്മുടെ കൈകാലുകളും നമ്മുടെ ഹേർട്ടും നമ്മുടെ കിഡ്നിയും ഇതൊക്കെ യാദൃശ്ചികമായി വന്നതാണോ? അല്ല. ഇതൊന്നും യാദൃശ്ചികമായി കണ്ണിവിടെ ആയിപ്പോയതോ കാതിവിടെ ആയിപ്പോയതൊന്നുമല്ല. അതൊക്കെ അള്ളാഹു വളരെ സൂക്ഷ്മമായി തന്നെ പ്ലാനിങ്ങോടുകൂടി ചെയ്ത സംഗതിയാണ് നമ്മുടെ ശാരീരിക അവയവങ്ങൾ. ഫതബാറകല്ലാഹ്, അള്ളാഹു എത്ര അനുഗ്രഹീതനാണ്. സുമ്മ അൻശഅനാഹു ഖൽഖൻ ആഖർ ഫതബാറകല്ലാഹ് അഹ്സനുൽ ഖാലിഖീൻ, ഏറ്റവും നല്ല സൃഷ്ടിപ്പ് അള്ളാഹു നമുക്ക് നൽകി എന്നുള്ളതാണ്, അല്ലേ? ഇവിടെയുള്ള ജീവിച്ചുകൊണ്ടിരിക്കുന്ന 600 കോടി മനുഷ്യൻ, ഈ 600 കോടി മനുഷ്യരുടെയും ഫിംഗർ പ്രിന്റ് വ്യത്യസ്തമാണ്, അല്ലേ? നമ്മൾ ഫിംഗർ പ്രിന്റ് വ്യത്യസ്തമാണ്. അതൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലേ? വലാ ഉഖ്സിമു ബലാ ഖാദിരീന അല അൻ നുസവ്വിയ ബനാന എന്ന ആയത്ത് പഴയ കാലത്ത് ചിലപ്പോൾ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടായി എന്ന് വന്നേക്കാം, അല്ലേ? അള്ളാഹു നമ്മുടെ വിരൽത്തുമ്പ് വ്യത്യസ്തമാക്കി എന്നുള്ളത്, അല്ലേ? നമ്മുടെ കണ്ണ് ഈ ഭൂമി ലോകത്തുള്ള 600 കോടി മനുഷ്യന്മാരുടെ കണ്ണും വ്യത്യസ്തമാണല്ലോ. നമ്മുടെ കണ്ണ് പോലെയല്ല, നമ്മുടെ കാത് പോലെയല്ല, നമ്മുടെ ശബ്ദം പോലെയല്ല, നമ്മുടെ ശരീരം പോലെയല്ല, നമ്മുടെ ഫിംഗർ പ്രിന്റ് പോലെയല്ല, എല്ലാം വ്യത്യസ്തമാണ്. എന്നാൽ കോടിക്കണക്കിന് മനുഷ്യരുടെയും ഓരോ കാര്യങ്ങളും വ്യത്യസ്തമാണ് എന്നുള്ളത് തന്നെ അള്ളാഹു എത്ര വലിയ അനുഗ്രഹീതനാണ് എന്നുള്ളതിന് എത്രമാത്രം തെളിവാണ്. നമ്മൾ എത്ര സ്തുതിച്ചാലും മതിയാവുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, നമ്മൾ പൂർണ്ണമായും അള്ളാഹുവിനെ കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കണം എന്നുള്ളതിന് ഇതിനൊരു തെളിവില്ല. എന്തിനാണ് കണ്ണും കാതും മൂക്കും നാക്കുമൊക്കെ തന്നത്? അള്ളാഹു അവനെ വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, അള്ളാഹു ജിന്നുകളെയും മനുഷ്യരെയും പടച്ചത് അവനെ ആരാധിക്കുവാനാണ്, അവനെ മാത്രം ആരാധിക്കുവാനാണ്, അവനെ ആരാധിച്ചുകൊണ്ടേയിരിക്കുവാനാണ്, ആരാധനയിൽ മുഴുകുവാനാണ്, ആത്മാർത്ഥമായി ആരാധിക്കുവാനാണ്. ഈ ഒരു ആരാധനയും ഈ ഒരു അർപ്പണവും ഈ ഒരു തഖ്വയും ഈ ഒരു ഇഖ്ലാസും നമുക്കുണ്ടോ എന്നാലോചിച്ച് നോക്കിയട്ടെ. അള്ളാഹു നമ്മെ ഇത്ര ആരോഗ്യവാന്മാരെ നിലനിർത്തിയല്ലോ. അള്ളാഹു നമുക്ക് എല്ലാ ആരോഗ്യവും പൂർണ്ണമായി തന്നല്ലോ. നമുക്ക് കേൾക്കുവാനും കാണുവാനും സംസാരിക്കുവാനുമുള്ള ശേഷി തന്നല്ലോ.
അല്ലേ? എന്നിട്ടും ആ കേൾക്കുവാനും കാണുവാനും സംസാരിക്കുവാനുമുള്ള ഈ 3 ശേഷി തന്നെ, ഈ ശേഷിക്കെങ്കിലും മതിയായ രൂപത്തിൽ അള്ളാഹുവിനോട് നന്ദി നാം അർപ്പിച്ചിട്ടുണ്ടോ? ഈ 3 ശേഷികൾക്ക് മതിയായ നന്ദി അള്ളാഹുവോട് നാം പ്രകടിപ്പിച്ചിട്ടുണ്ടോ? പ്രകടിപ്പിക്കേണ്ടതില്ലേ? കൃത്യമായി അള്ളാഹുവിൽ നമ്മൾ സമർപ്പിക്കാൻ തയ്യാറാവണം. കേവലം ലോകാവസാനത്തെ അംഗീകരിക്കുന്നു എന്നതുപോലെ തന്നെ നമുക്ക് ബാധ്യതയാണ് എന്ത്? അള്ളാഹുവിൽ പരിപൂർണമായും കീഴ്പ്പെടുക എന്നുള്ളത്, അള്ളാഹുവിൽ പരിപൂർണമായും സമർപ്പിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ആ രൂപത്തിൽ നമ്മുടെ ജീവിതം ക്രമീകരിക്കണം. അടുത്ത ആയത്തിലേക്ക് നമ്മൾ പോവാൻ. വമിനന്നാസി മയ്യുജാദിലു ഫില്ലാഹി ബിഗൈരി ഇൽമിൻ വലാ ഹുദൻ വലാ ഫീ കിതാബിൻ മുനീർ. വമിനന്നാസി മയ്യുജാദിലു ഫില്ലാഹി ബിഗൈരി ഇൽമിൻ വലാ ഹുദൻ വലാ കിതാബിൻ മുനീർ. അപ്പം തൊട്ട് മുന്നത്തെ ആയത്ത് ദാലിക ബി അന്നല്ലാഹ ഹുവൽ ഹഖ് വ അന്നഹു യുഹീൽ മൗത വ അന്നഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ വ അന്ന സഅത ആതിയത്തുൻ ലാ റൈബ ഫീഹാ വ അന്നല്ലാഹ യബ്അസു മൻ ഫിൽ ഖുബൂർ എന്ന ആയത്താണ്. അപ്പോൾ ആ ഭാഗം അവിടെ കഴിഞ്ഞു. ഇനി ചില മനുഷ്യന്മാരുടെ സ്വഭാവം, എന്നാലും ഈ മനുഷ്യൻ തർക്കിക്കുക എന്നുള്ളത് അവൻ്റെ ശീലാണ്. വിടൂല. ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന് പറയുന്നത് പോലെയുള്ള ചിലരുടെ സ്വഭാവങ്ങളെ അള്ളാഹു നമുക്ക് മുന്നിൽ വരച്ച് കാണിച്ചു തരികയാണ്. അവർ വമിനന്നാസ്, ചില ആളുകൾ മയ്യുജാദിലു ഫില്ലാ, അള്ളാഹുവിൻ്റെ വിഷയത്തിൽ തർക്കിക്കുന്നവരാണ്. നമ്മൾ തൊട്ട് മുന്നത്തെ 3-ാമത്തെ ആയത്തിൽ വിശദീകരിച്ചതാണത്. മയ്യുജാദിലു ഫില്ലാഹി ബിഗൈരി ഇൽമിൻ, അതുവരെ 3-ാമത്തെ ആയത്തിലുണ്ട്. വമിനന്നാസി മയ്യുജാദിലു ഫില്ലാഹി ബിഗൈരി ഇൽമിൻ, അതുകൊണ്ട് വിശദീകരിക്കേണ്ടതില്ല. ഒരു വിവരവുമില്ലാതെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവർ തർക്കം നടത്തുന്നു. വലാ ഹുദൻ, അവർക്ക് ഹിദായത്ത് കിട്ടിയിട്ടൊന്നുമില്ല. അപ്പോൾ ഒരു വിവരമില്ല എന്ന് മാത്രമല്ല, അവർക്ക് എന്തുമില്ല, ഒരു മാർഗദർശനവുമില്ല, ഒരു ഹിദായത്തും ഇല്ല. പിന്നെ എന്തും കൂടിയില്ല, വല കിതാബിൻ മുനീർ, അവർക്ക് ഒരു പ്രകാശിതമായ ഒരു ഗ്രന്ഥമോ അവർക്ക് ലഭിച്ചിട്ടില്ല. അപ്പോൾ വെളിച്ചം നൽകുന്ന ഒരു ഗ്രന്ഥമോ, മുനീർ പ്രകാശമുള്ള ഒരു ഗ്രന്ഥമോ ഹിദായത്തോ ലഭിക്കാത്ത ചില ആളുകൾ, അതുകൊണ്ട് തന്നെ ഹിദായത്തും ഇല്ല, പ്രകാശിതമായ ഒരു കിതാബും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇൽമുണ്ടാവില്ലല്ലോ, ഇൽമുമില്ല. ഈ 3ഉം ഇല്ലാത്ത ചില ആളുകൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തർക്കിക്കുന്നവരുണ്ട് എന്ന് ഖുർആൻ പറയാണ്. അവരുടെ സ്വഭാവം എന്താ? ഈ തർക്കം നടത്തുന്ന വരുന്നത് കേൾക്കാൻ തയ്യാറാവോ? ഇല്ല. പഠിക്കാൻ തയ്യാറാവോ? ഇല്ല. ഉൾക്കൊള്ളാൻ തയ്യാറാവോ? ഇല്ല. ആരെങ്കിലും ഒരു നന്മ പറഞ്ഞാൽ അത് എന്താണെന്ന് ചിന്തിക്കാൻ തയ്യാറാവോ? ഇല്ല. സാനിയഅതു ഫിഹി ലിയുദില്ല അൻ സബീലില്ലാഹി ലഹു ഫിദ്ദുനിയാ ഖിസ്യ് വനുദീഖുഹു യൗമൽ ഖിയാമ അദാബൽ ഹരീഖ്. സാനിയഅതു ഫിഹി, അവരുടെ ഒരു പ്രകൃതം പറയാണ് അല്ലാഹു. ഇത്രയും ഭാഗങ്ങൾ നമ്മൾ ഇപ്പോൾ കുറച്ച് 3 ആയത്ത് എടുത്തു. നമ്മൾ ഈ 3 ആയത്ത് എടുക്കുമ്പോൾ അത് ആ 3 ആയത്തും അതിൻ്റെ ഗൗരവത്തിലൊന്ന് വായിച്ച് പഠിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു ഇതൊരു സാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.